താൽക്കാലിക വെടിനിർത്തലല്ല, എന്നേക്കുമായി സംഘർഷം അവസാനിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പശ്ചിമേഷ്യയ്ക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. എന്നാൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുന്നതുവരെ പിന്മാറില്ല എന്ന ഇറാൻ നിലപാട് ആശങ്ക ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാനത്തിന്റെ ശ്രദ്ധ മുഴുവൻ നിലമ്പൂരിലേക്കാണ്. അടിയൊഴുക്ക് തടയാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് മുന്നണികൾ. നിലമ്പൂരിന്റെ മനസ്സ് ആർക്കൊപ്പം? നമുക്ക് കാത്തിരിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആവേശം അലതല്ലി നിലമ്പൂർ. പരസ്യപ്രചാരണത്തിന് പരിസമാപ്തി. റോഡ് ഷോയുമായി മുന്നണികളുടെ കൊട്ടിക്കലാശം. കലാശക്കൊട്ട് ഉപേക്ഷിച്ച് PV അൻവർ. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. നിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നിലമ്പൂരിൽ അടിയൊഴുക്ക് തടയാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. LDF നടത്തിയത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണമെന്ന് VD സതീശൻ. വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് LDF സ്വീകരിച്ചിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ. ആവേശത്തിലൊന്നും കാര്യമില്ലെന്ന് PV അൻവർ. ആത്മവിശ്വാസത്തിൽ NDA. കണ്ണൂരും കാസർഗോഡും കനത്ത മഴ. പലയിടത്തും വെള്ളക്കെട്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കൊച്ചി ചെല്ലാനത്തെ വെള്ളക്കെട്ടിൽ പ്രതിഷേധം ശക്തം. തൃശൂരിൽ മരം വീണ് 2 വീടുകൾക്ക് കേടുപാട്. കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. അന്നശ്ശേരിയിൽ 2.5 വയസ്സുകാരി വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആറന്മുളയിൽ വിവാദ ഭൂമിയിൽ വ്യവസായ പാർക്ക് നിർമ്മിക്കാനുള്ള നീക്കത്തിന് കൃഷി വകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് മുഖ്യമന്ത്രിക്ക് കീഴിലെ IT വകുപ്പിന്റെ പിന്തുണ. ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ കമ്പനിയുമായി സഹകരിക്കാവുന്നതാണെന്ന് KSIT-IL. പദ്ധതിക്കെതിരെ CPI. നിലം നികത്തിയുള്ള പദ്ധതി അംഗീകരിക്കില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. ജനങ്ങളെ ദുരിതത്തിലാക്കി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ അശാസ്ത്രീയ പുനർനിർമ്മാണം. 800 കോടി രൂപ മുടക്കി വെള്ളപ്പൊക്കം ബാധിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ നിർമ്മിച്ച റോഡിൽ 5 വെള്ളം കയറി. മഴ കനത്താൽ AC റോഡ് വെള്ളത്തിനടിയിലാകുമോ എന്ന ആശങ്ക. ടോപ് 10 സ്പെഷ്യൽ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് ചൈന. ഇറാന്റെ പുതിയ വാർടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രയേൽ സേന. ടെഹ്റാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തും. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 ഉച്ചകോടി പ്രസ്താവനയിൽ ഒപ്പിടാതെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. എയർ ഇന്ത്യ വിമാനങ്ങളിലെ സാങ്കേതിക തകരാർ തുടരുന്നു. 24 മണിക്കൂറിനിടെ 7 വിമാന സർവീസുകൾ റദ്ദാക്കി. സുരക്ഷാ പരിശോധനയിലെ കാലതാമസം അറിയിക്കണമെന്നും വിമാനം റദ്ദാക്കുന്നതും വൈകുന്നതും മുൻകൂട്ടി അറിയിക്കണമെന്നും DGCA. കൊച്ചി ഡൽഹി വിമാനത്തിന് ബോംബ് ഭീഷണി. ഇൻഡിഗോ വിമാനം നാഗ്പൂരിൽ ഇറക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിൽ തിരുവനന്തപുരം. അടുത്ത ജനുവരിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. BCCIയുടെ അറിയിപ്പ് ലഭിച്ചതായി KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. കേരള സർവകലാശാല ആസ്ഥാനത്ത് ബാനർ ഉയർത്തുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. RSSുകാരുടെ ഭാരതാംബയെ അറിയില്ലെന്ന് ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയും CPM-ഉം ഗവർണറെ താലോലിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സ്റ്റോറി ഓഫ് ദ ഡേ. വില തുച്ഛം, ഗുണം മെച്ചം. ആവേശക്കടലായി നിലമ്പൂരിൽ കൊട്ടിക്കലാശം. കനത്ത മഴയിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിലമ്പൂരിലും എടക്കരയിലുമായി നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. നിലമ്പൂരിനെ പ്രകമ്പനം കൊള്ളിച്ച ആരോപണ പ്രത്യാരോപണങ്ങളും പ്രചാരണ കോലാഹലങ്ങളും അവസാനിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് മുന്നണികളുടെ നേതാക്കളും പ്രവർത്തകരും പരസ്യ പ്രചരണത്തിലെ അവസാന നിമിഷങ്ങളിൽ കുട്ടിക്കയറിയത്.
ജംഗ്ഷൻ മുതൽ ഗവൺമെന്റ് UP സ്കൂൾ വരെ UDF പ്രവർത്തകർ ആവേശത്തിന്റെ അലകളുയർത്തി. കൊടിതോരണങ്ങളും ബാൻഡ് മേളങ്ങളുമായി പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കൊപ്പം ഒത്തുചേർന്നപ്പോൾ ആവേശം വാനോളമുയർന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു പ്രചരണത്തിന്റെ അവസാന നിമിഷവും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. മഹാറാണി ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയായിരുന്നു LDF കലാശക്കൊട്ടിനായി തെരഞ്ഞെടുത്തത്. കനത്ത മഴയെ വകവയ്ക്കാതെ ഒഴുകിയെത്തിയ പ്രവർത്തകരുടെ ആവേശത്തിൽ നിലമ്പൂർ പ്രകമ്പനം കൊണ്ടു. ഒഴുകിയെത്തിയ ജനസാഗരം വിജയം ഉറപ്പുവരുത്തുന്നതായി M. സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിൽ പതിവില്ലാത്ത ഒരു മഹാജനസഞ്ചയമാണിത്. ഇതിനോടകം കടന്നുപോയ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്രമാത്രം പിന്തുണയും പങ്കാളിത്തവും ഇവിടെ കാണാനാവില്ല. ഇരു മുന്നണികൾക്കൊപ്പം മഹാറാണി ജംഗ്ഷൻ മുതൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെ NDA പ്രവർത്തകരും ഒത്തുകൂടിയതോടെ നിലമ്പൂർ നഗരം ജനസാഗരമായി മാറി. കാതടപ്പിക്കുന്ന ഗാനങ്ങൾക്കൊപ്പം പ്രവർത്തകരും നേതാക്കളും ചുവടുവെച്ചു. മാറുന്ന നിലമ്പൂരിന്റെ മനസ്സ് NDAക്കൊപ്പമെന്ന് സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പ്രതികരിച്ചു. നാനാജാതി മതസ്ഥരുടെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളമാണ് ഇവിടെ മുഴങ്ങുന്നത്. മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളം, നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കാഹളം, അതാണ് ഇവിടെ മുഴങ്ങിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് പക്ഷേ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. മുന്നണികൾ കൊട്ടിക്കലാശത്തിലേർപ്പെട്ടപ്പോൾ PV അൻവർ വോട്ടർമാർക്കൊപ്പമായിരുന്നു. 3 ആഴ്ചയിലേറെ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ആവേശകരമായ കൊട്ടിക്കലാശത്തിനും ശേഷം ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു നാൾക്കു ശേഷം നിലമ്പൂർ വിധിയെഴുതും. അമൃത ന്യൂസ്, മലപ്പുറം. കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ നാളത്തെ ഒരു ദിവസം നിർണായകമാണ്. സുപ്രധാന മേഖലകളിലെ വോട്ടുകൾ ഉറപ്പിക്കാനാകും സ്ഥാനാർത്ഥികൾ ശ്രമിക്കുക. അവസാന ലാപ്പിലാണ് സാധാരണയായി അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് തടയാനുള്ള നീക്കങ്ങളും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. KK പ്രശാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇനിയൊരു നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഓരോ ആളുകളെയും ഒരിക്കൽ കൂടി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമം തീർച്ചയായും സ്ഥാനാർത്ഥികൾ നടത്തും. ഒപ്പം തന്നെ വലിയ വിവാദങ്ങളൊക്കെ അരങ്ങുവാണ ആ നിലമ്പൂർ ഇനിയിപ്പോൾ അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കുമല്ലോ മുന്നണി നടത്തുക. അഖില, തീർച്ചയായും എല്ലാ തരത്തിലുമുള്ള പ്രചരണം ഒരു തരത്തിലും പിന്നോട്ട് പോകാതെ തന്നെയാണ് 3 മുന്നണികളും അതിശക്തമായ പ്രചരണമാണ് നിലമ്പൂരിൽ കാഴ്ചവെച്ചത്. 21 ദിവസം നീണ്ട ആ പ്രചരണത്തിൽ ആർക്കാട് മേൽക്കൈ എന്ന് പറയാനാവാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് PV അൻവർ കൂടി വന്നതോടുകൂടി തന്നെ വലിയ പോരാട്ടം, ചതുഷ്കോണ മത്സരം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് എവിടെയൊക്കെയാണ് അടിയൊഴുക്കുകൾ ഉണ്ടാവുക, എവിടെയൊക്കെയാണ് വോട്ട് ചോർച്ച ഉണ്ടാവുക എന്ന് ഒരു മുന്നണിക്കും ഇപ്പോഴും ഒരു വ്യക്തതയില്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയധികം വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിരവധിയായ പ്രശ്നങ്ങളാണ്. അതായത് ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നിലമ്പൂരിന്റെ വികസനം മാത്രം ചർച്ചയാകുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ അതിനോട് ഒപ്പം തന്നെ നിലവിൽ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള വിവാദങ്ങളടക്കം ചർച്ചയാകുന്നു. മറ്റ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതപരമായ വിഷയങ്ങൾ കൂടി ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു നീണ്ട ഒരു സമയം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. LDFന്റെ നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് മുന്നോട്ട് വെക്കുന്നു, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് UDF വരുന്നു, 2 കൂട്ടരെയും ആക്രമിച്ചുകൊണ്ട് NDA വരുന്നു. പിണറായിക്കെതിരായ ഒരു പോരാട്ടം എന്ന തരത്തിലേക്ക് അൻവറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എൻട്രി ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരുപക്ഷെ ഒരു വോട്ടറെ സംബന്ധിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പോലും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഓരോ മുന്നണിയും അവരുടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ വിവാദങ്ങളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വന്നു. അതിനൊക്കെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ ജനങ്ങൾ ഏറ്റെടുത്തത്, വോട്ടർമാർ ഏറ്റെടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുക. അതിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ വോട്ട് 19-ാം തീയതി ഇടും. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ 23-ാം തീയതി ആകണം. ഒരുപക്ഷെ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്ന വളരെ ഈസി വാക്ക് ഓവറിലേക്ക് നിലമ്പൂർ മണ്ഡലം പോകും എന്നുള്ളതായിരുന്നു. അവിടേക്കാണ് സ്വരാജ് വരുന്നത്, ഒപ്പം തന്നെ അൻവറും വരുന്നു. അവിടെയാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. PV അൻവറിന് ഇപ്പോഴും വലിയൊരു തരത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് പറയാം. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അൻവറിനോട് അനുഭവമുള്ള നിരവധി ആളുകളുണ്ട്. അത് ഒരു പക്ഷേ LDFന്റെ വോട്ടാണോ UDFന്റെ വോട്ടാണോ ചോർത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനമാണ് NDA നടത്തിയത്. ഒപ്പം തന്നെ ഉന്നതികൾ, നഗറുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും കുത്തകളായിരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
ആ നേരത്തെ അഖില സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ആ വോട്ട് ചോർച്ച പഴുതടച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും മുന്നണികൾ ഈ വരുന്ന മണിക്കൂറുകൾ തീരുമാനിക്കുക. മാത്രമല്ല ഏതൊക്കെ തരത്തിൽ ആരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാം അതിനുള്ള നീക്കങ്ങളും മുന്നണികൾ ആരംഭിക്കും. ശരി, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്കുകൾ തടയാനുള്ള നീക്കം, ഒപ്പം ഈ ഉയർന്നു വന്ന വിവാദങ്ങൾ, മതപരമായ ചർച്ചകളൊക്കെ ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കയവില്ല. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണം LDF നിലമ്പൂരിൽ നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിയാണ് UDF പ്രചാരണം നടത്തിയതെന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരിൽ മികച്ച വിജയം നേടുമെന്നും സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വോട്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊണ്ടും കൊടുത്തും മുന്നണികളും നേതാക്കളും ഒരുപോലെ രംഗത്തുണ്ട്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചാരണം LDF നിലമ്പൂരിൽ നടത്തിയെന്ന് VD സതീശൻ ആരോപിച്ചു. ജനങ്ങൾ ഈ പ്രചാരണങ്ങൾ തള്ളിക്കളയുമെന്നും പ്രതിപക്ഷമുയർത്തിയ 7 ചോദ്യങ്ങൾക്ക് സർക്കാരിനും പിണറായിക്കും മറുപടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. നിലമ്പൂരിൽ UDFന് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിന് നിലമ്പൂരിൽ മറുപടിയുണ്ടാകും. വന്യജീവി സംഘർഷം, കാർഷിക മേഖലയിലെ തകർച്ച തുടങ്ങിയവയ്ക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അപ്പോൾ LDFന്റെ ഇരട്ടത്താപ്പ്, ജനവിരുദ്ധ നയങ്ങൾ, മലപ്പുറം ജില്ലയെ അവഹേളിച്ചത്, ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട. സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വോട്ടാകുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. വർഗീയതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചാരണത്തിന് എത്തിച്ചതെന്നും TP രാമകൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിലെ UDFന്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. നിലമ്പൂരിൽ M സ്വരാജ് എല്ലാവരും സ്വീകരിച്ച സ്ഥാനാർത്ഥിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. UDF ഒരു ഭാഗത്ത് സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. LDF തുടക്കം മുതൽ രാഷ്ട്രീയമാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സ്വരാജിന് അനുകൂലമാണ് നിലമ്പൂർ, ഞങ്ങൾ നല്ല വോട്ടിന് ജയിക്കും. കേരളത്തിൽ BJPക്ക് പ്രചരണം നടത്താനുള്ള വളരെ ബോധപൂർവമായ ഒരു ആയുധം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുകയാണ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുന്ന പ്രശ്നമല്ല. UDFന്റെ അജണ്ട നിലമ്പൂരിൽ തകർന്നടിഞ്ഞെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും കുറ്റപ്പെടുത്തി. പെട്ടി വിവാദത്തിൽ UDF അപഹാസ്യരായെന്നും A വിജയരാഘവൻ ആരോപിച്ചു. ചിലപ്പോൾ നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സജീവമായ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക, ഇതൊരു സ്ഥിരം പരിപാടിയാണ് UDFന്. അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDF പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്, LDFന് ഉറപ്പുണ്ട്. സഖാവ് സ്വരാജ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി അവിടെ ജയിക്കാൻ പോവുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ LDF ശ്രമിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF ഭരണത്തിന്റെ പരാജയം കൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് MLA രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നതും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 75,000-ലേറെ വോട്ടുകൾ നേടി നിലമ്പൂരിൽ വിജയിക്കുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ മാനസിക പിന്തുണ തനിക്കൊപ്പമാണെന്നും അൻവർ പറഞ്ഞു. ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആൻറ്റി പിണറായിസാണ്, അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആൻറ്റി പിണറായിസാണ്. ആ സെമി ആൻറ്റി പിണറായിസും ഫുൾ ആൻറ്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ടുണ്ടല്ലോ, കണക്ക് കിട്ടുമല്ലോ. എനിക്ക് കണക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കറിയല്ലോ. ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ആത്മാർത്ഥമായി പറയാണ്, ഞാനടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി? എവിടെ പോയി ആൻറ്റി പിണറായിസം? വർഗീയ സംഘടനകളുണ്ടെങ്കിലും കേരളം വർഗീയ കലാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തങ്ങളുടെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം കേരളത്തിലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ്. എന്നിട്ടും വർഗീയ കലാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് കേരളീയ സമൂഹത്തിന്റെ സ്വഭാവം മൂലമാണ്. പോലീസിന്റെ സുത്യർഹമായ സേവനവും ഇതിന് പിന്നിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമെന്ന് രമേശ് ചെന്നിത്തല. പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. പോലീസ് സേനയെ CPM-ന്റെ പോഷക സംഘടനയാക്കാൻ അനുവദിക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിക്കും പോലീസിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചേർന്ന നിലയിലായിരുന്നില്ല. പരിപൂർണമായ രാഷ്ട്രീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. കഴിഞ്ഞ 24 ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കേന്ദ്രീകരിച്ചത് നിലമ്പൂരിലായിരുന്നു. പരമാവധി വോട്ടുകൾ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് എത്തിക്കാൻ കഠിന പ്രയത്നത്തിലായിരുന്നു നേതാക്കൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി ചാണ്ടി ഉമ്മൻ സൈക്കിളിലായിരുന്നു വോട്ട് പിടിക്കാനിറങ്ങിയത്. നിലമ്പൂർ എടക്കരയിൽ അതിരാവിലെ സൈക്കിളിന്റെ മണിനാഥം കേട്ട് വീടിന് പുറത്തിറങ്ങിയ പലരും അതിഥിയെ കണ്ട് അത്ഭുതപ്പെട്ടു. സൈക്കിളിൽ ആര്യാടൻ ഷൗക്കത്തിനായി വോട്ടുറപ്പിക്കാൻ എത്തിയത് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനായിരുന്നു. പുതുപ്പള്ളിയുമായി ആത്മബന്ധമുള്ള നിരവധി പേരുള്ള എടക്കര പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല UDF നേതൃത്വം നൽകിയത് ചാണ്ടി ഉമ്മനായിരുന്നു. തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇടമായിട്ടാണ് ഞാനിതിനെ പറയുന്നത്. അതിന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇടതുപക്ഷക്കാർ പോലും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നൊരു കാഴ്ച എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഇത്രയും ദിവസം പങ്കെടുക്കുവാൻ സാധിച്ച് അതിയായ സന്തോഷവും ചരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഒത്തിരി പുതുപ്പള്ളിക്കാരുണ്ട്. അതാണ് ഏക പ്രശ്നം. മിനിമം ഒരു 10,000 പേരുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തിരിച്ചു വരണമെന്നുള്ളത് ഞാൻ പറയുന്നു. അതിവേഗം ബഹുദൂരമെന്ന ഉമ്മൻചാണ്ടിയുടെ സന്ദേശം ഉൾക്കൊണ്ട ചാണ്ടി ഉമ്മൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് 3000 വീടുകളിലാണ് സന്ദർശനം നടത്തി വോട്ട് ഉറപ്പിച്ചത്. 3000 അടുത്ത് ചെല്ലുകയാണ്. കുറച്ച് ഒരു 10-20 വീട് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ 3000 ക്രോസ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ്. തൊഴിലുറപ്പുകാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരോട് വിശേഷങ്ങൾ പറഞ്ഞും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുമാണ് വോട്ടുപിടുത്തം. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിന്റെ വളർച്ച തുടങ്ങുന്നത് നിലമ്പൂർ കോവിലകത്തിന്റെ ഉദയത്തോടെയാണ്. നിലമ്പൂരിൽ ഇന്നു കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം തുടക്കം നിലമ്പൂർ കോവിലകത്തിന്റെ സംഭാവനയാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ പോർവിളികളും അവകാശവാദങ്ങളും കോലാഹലങ്ങളും സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നിലമ്പൂരിന്റെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. നിലമ്പൂർ എന്നാൽ മുളകളുടെ നാടെന്നാണ് അർത്ഥം. കാടും മലനിരകളും ആദിവാസി സമൂഹവും വന്യമൃഗങ്ങളും മാത്രമുണ്ടായിരുന്ന നിലമ്പൂരിനെ ആധുനികതയിലേക്ക് കൈപിടിച്ചു നടത്തിയത് നിലമ്പൂർ കോവിലകമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരിയുടെ സാമന്തന്മാരായി എത്തിയവരാണ് നിലമ്പൂർ കോവിലകം സ്ഥാപിച്ചത്. ചാലിയാറിന്റെ തീരത്ത് തെങ്ങോലയും പുല്ലും മേഞ്ഞ കെട്ടിടത്തിലായിരുന്നു കോവിലകത്തിന്റെ തുടക്കം. കൃഷിപ്പണിക്കായി കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിങ്ങളും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ചെട്ടിമാരെയും പാത്രനിർമ്മാണത്തിനായി ആന്ധ്രയിൽ നിന്ന് കുമ്പാരന്മാരെയും കോവിലകത്തുകാർ നിലമ്പൂരിലെത്തിച്ചു. നൂറ്റാണ്ടുകൾക്കൊപ്പമുള്ള കോവിലകത്തിന്റെ വളർച്ചയോടൊപ്പം നിലമ്പൂരും വളരുകയായിരുന്നു. ഇടവഴികളും കാളവണ്ടിക്ക് പോകാനുള്ള മൺപാതകളും റോഡുകളായി വികസിച്ചതും പൊതുഗതാഗതം തുടങ്ങിയതും കോവിലകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുമെല്ലാം നിലമ്പൂർ തുടങ്ങിയത് കോവിലകത്തിന്റെ താല്പര്യപ്രകാരമാണ്. ഇവിടുത്തെ ഡെവലപ്മെന്റിന്റെ ഒക്കെ തുടക്കം നിലമ്പൂർ കൊല്ലം തന്നെയായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് മാനവേദന ഹൈസ്കൂൾ, ഇവിടെ ഹോസ്പിറ്റൽ പണിയാൻ സ്ഥലവും ബിൽഡിങ്ങും കെട്ടിക്കൊടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നിട്ടുള്ളത്. ലോ ആൻഡ് ഓർഡർ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വണ്ടൂർ പോകണം, പോലീസ് സ്റ്റേഷനൊന്നുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലവും ബിൽഡിങ്ങും ഉണ്ടാക്കി കൊടുത്ത് ഈ മാനവേദരാജയുടെ കാലത്ത് നിലമ്പൂർക്ക് കൊണ്ടുവന്നത്. ബസ് സർവീസ് കൊണ്ടുവന്നതും ഇതേയാണ്. നിലമ്പൂർ മോട്ടോർ സർവീസ് ഉണ്ട്. ക്രമേണ ഇവിടെയുള്ള ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെയാണ്. ആദിവാസി സമൂഹത്തോടെയും സഹവർത്തിത്വത്തോടെയുള്ള സമീപനമാണ് കോവിലകത്തിനുണ്ടായിരുന്നത്. പാട്ട് അടിയന്തരം, നിലമ്പൂർ പാട്ട് എന്നാണ് പറയാം. അത് ഒരു ആഘോഷമായിട്ട് നടത്തുന്നത്. ഇത് നടത്തുന്നത് ഈ ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗൂഡല്ലൂർ, ഊട്ടിയൊക്കെയുള്ള തോടന്മാരില്ലേ, ഈ ഡോഡപ്പറ്റ എന്നുള്ള സ്ഥലത്തില്ലേ, അവിടെ നിന്നുള്ള തോടന്മാരും ഇവിടെ കരുളായി മാഞ്ചേരി മലവാരങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ട്രൈബൽസൊക്കെ ഇവിടെ വരും. എന്നിട്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട് അമ്പലത്തിനുള്ളിൽ, അവിടെ ടെന്റ് അടിച്ച് താമസിക്കും. 1921 കലാപകാലത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 4 കെട്ടുകളും 16 കെട്ടുകളുമെല്ലാമായി നിരവധി കെട്ടിടങ്ങൾ വംശവർദ്ധനയ്ക്കനുസരിച്ച് നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇന്ന് പല വീടുകളും അടഞ്ഞുകിടക്കുകയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വലിയ കോവിലകത്ത് താമസിച്ചിട്ടുണ്ട്. കോവിലകത്തിന്റെ ചരിത്രം എന്നാൽ അത് നിലമ്പൂരിന്റെ ചരിത്രം തന്നെയാണ്.
കാലപ്രവാഹത്തിൽ ഒരുപാട് മാറ്റം വന്നെങ്കിലും നിലമ്പൂർ കോവിലകം ഇന്നും അതേ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരും. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് ആയിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പുമുണ്ട്. കാസർഗോഡ്, ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളിലും കണ്ണൂരിലെ പെരുമ്പയിലും കോഴിക്കോട്ടെ കോരപ്പുഴ, പത്തനംതിട്ടയിലെ മണിമല എന്നീ നദികളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കരമനയാറിലും പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ, മണിമല എന്നിവിടങ്ങളിലും തൃശൂരിലെ കരുവന്നൂർ, കീച്ചേരി എന്നീ നദികളിലും പാലക്കാട് ഭവാനിയിലും വയനാട് കബനിയിലും കണ്ണൂരിലെ കുപ്പം, കവ്വായി എന്നീ നദികളിലും കാസർഗോഡ് കാര്യങ്കോടിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. അതിശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്നതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമുണ്ടായി. തൂണേരിയിൽ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണു. ഇഞ്ചിവലിക്കോത്ത് റഫീഖിന്റെ വീടിനു മുകളിലേക്കാണ് മരം വീണത്. കനത്ത മഴയിൽ ചാത്തു, ഹരീഷ് എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തൂണേരി ബഡ് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണു. വാണിമേൽ, കോടിയൂറ, കുറുവന്തേരി എന്നിവിടങ്ങളിൽ കാറ്റിൽ കൃഷിനാശമുണ്ടായി. കണ്ണൂർ കുപ്പത്ത് വീണ്ടും വീടുകളിൽ വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. വയനാട് ജില്ലയിൽ ബാണാസുര ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. പേരിയ ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ കാസർഗോഡ് കുളങ്ങാട്ട് മലയിൽ 80 മീറ്റർ വ്യാസത്തിൽ വിള്ളലുണ്ടായി. ഹോസ്ദുർഗ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ NDRF സംഘം കുളങ്ങാട്ട് മലയിലെത്തി പരിശോധനകൾ നടത്തി. പ്രദേശത്ത് കൂറ്റൻ കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ കുളങ്ങാട് മലയോട് ചേർന്ന് ജവാൻ നഗറിലെ 6 കുടുംബങ്ങളോടും ചെറുവത്തൂർ അംബേദ്കർ ഉന്നതിയിലെ കുടുംബങ്ങളോടും ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന നീലേശ്വരം നഗരസഭയിലെ പൊടോത്തുരുത്തി, ചാത്തമത്ത് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ അരയിപ്പുഴ കരകവിഞ്ഞതിനാൽ അരയി ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളും വെള്ളത്തിലാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവിടെയുള്ളവർക്കായി 2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ വിവിധ നദികളിലാണ് ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് 2.5 വയസ്സുകാരി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. അന്നശ്ശേരി സ്വദേശി നിഖിലിന്റെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. രാവിലെ മുതൽ കുഞ്ഞിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തലക്കുളത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെല്ലാനം കണ്ണമാലി ഭാഗത്തെ തീരദേശ മേഖലയിൽ അതിരൂക്ഷമായ കടലേറ്റം. നിരവധി വീടുകൾ തകർന്നു. 500-ലധികം കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ ഭീഷണിയിലാണ്. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കണ്ണമാലിയിൽ നിന്നും സാരംഗ് PS തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കണ്ണമാലി ചെറുകടവ് ഭാഗത്തെ കടലേറ്റമാണ്, അതിരൂക്ഷമായ കടലേറ്റമാണ് നമ്മൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നിരവധി ആളുകൾ താമസിക്കുന്ന, അതായത് സാധാരണക്കാരുൾപ്പെടെ നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള കടലേറ്റമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഭാഗത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിയാം. ചേച്ചി, നിലവിലെ എന്താ അവസ്ഥ? നിലവിലിപ്പോൾ ഇതിപ്പം 4 ദിവസമായി ഇപ്പോൾ ഈ കടലേറ്റം തുടങ്ങിയിട്ട്. ഞങ്ങളൊക്കെ വീട് വിട്ട് പോകേണ്ടി വരും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ്. ഇപ്പോൾ ബാത്റൂമിലൊന്നും പോകാൻ പറ്റണില്ല. എല്ലാം കൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് വന്നിരിക്കണത്. എല്ലാവരും നശിഞ്ഞിരിക്കണേ, വെള്ളം കയറി. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം വേണം. ജിയോ ചാക്ക ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ജിയോ ചാക്ക പറ്റണമില്ല. എല്ലാം കടലിടിച്ച് തെറിപ്പിച്ച്
ഇനിയും ജിയോ ചാക്ക് വെക്കാമെന്നാണ് പറഞ്ഞത്. ജിയോ ചാക്ക് ഒരു പരിഹാരമല്ല, ഇതിന് മെട്രോപോഡ് തന്നെ വരണം. അതിന് സർക്കാരിന് പണമില്ലെന്നാണ് പറയണത്. ഞങ്ങൾ എന്ത് ചെയ്യും ഇനി? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളിവിടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് കിടക്കണം. എല്ലാവരും ഞങ്ങൾ ലോണൊക്കെ എടുത്താണ് ഓരോരുത്തർ ഓരോ വീടൊക്കെ വെച്ചേക്കുന്നത്. ഇപ്പോഴും ലോണൊക്കെ അടച്ച് കിടന്നിട്ടില്ല. അപ്പോൾ ആ വീടൊക്കെ തകർന്ന് വീണു. ഇവിടെ ഒരു MLA ഉണ്ട്, ഈ സ്ഥലത്തേക്ക് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. MP ഉണ്ട്, ഒരാളും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭക്ഷണം പോലും പാകം ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് എല്ലായിടത്തുനിന്ന് കന്യാസ്ത്രീമാരാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നത്. ബാത്റൂമിൽ പോകാൻ പറ്റില്ല. ബാത്റൂമൊക്കെ എല്ലാം തകർന്നിടക്കി. ഒന്ന് കിടന്നുറങ്ങാൻ പിള്ളേരെ കൊണ്ടായിട്ട് കൊച്ചുങ്ങളൊക്കെ ഞങ്ങൾ ബന്ധു വീട്ടിലൊക്കെ കൊണ്ടാക്കിയേക്ക് പിള്ളേരെ. ഇതാണ് അവസ്ഥ. ഒരു അധികാരികളായിട്ടുള്ള ഒരു മനുഷ്യനും ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് എത്തുന്ന ദിവസമായിട്ട്. നിലവിൽ വീട്ടിലെ അവസ്ഥ പാത്രങ്ങളടക്കം ഞങ്ങളുടെ ഗൃഹോപകരണങ്ങളെല്ലാം ഒഴുകിപ്പോയി. ഞങ്ങൾക്കൊന്നുമില്ല ഇപ്പം. ഉടുവസ്ത്രങ്ങളും എല്ലാം ഒഴുകിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യും ഇനി? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കും ജീവിക്കണ്ടേ? കടലിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ? ഞങ്ങൾക്ക് ആരും ഒരു സഹായത്തിനില്ല. ഞങ്ങൾക്ക് കടൽ ഭിത്തി വരാതെ ഒരു ശാശ്വത പരിഹാരവും ഇല്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട്, അതായത് ഇതുവരെയും സമ്പാദിച്ചു കൂട്ടിയതൊക്കെ തന്നെ നഷ്ടപ്പെട്ട് പ്രതിസന്ധിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. ആറന്മുള വിവാദ ഭൂമിയിൽ വ്യവസായ പാർക്ക് നിർമ്മിക്കാനുള്ള നീക്കത്തിന് കൃഷി വകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് മുഖ്യമന്ത്രിക്ക് കീഴിലെ IT വകുപ്പിന്റെ പിന്തുണ. ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ കമ്പനിയുമായി സഹകരിക്കാവുന്നതാണെന്ന് IT വകുപ്പിന് കീഴിലെ KSITIL ബോർഡ് വിലയിരുത്തി. അതേസമയം നിലം നികത്തി പദ്ധതി അംഗീകരിക്കില്ലെന്ന് കൃഷിമന്ത്രി ആവർത്തിക്കുകയാണ്. നെൽവയലും തണ്ണീർത്തടവും ഇല്ലാതാക്കുന്നത് യഥാർത്ഥ വികസനമാണോ എന്ന് പരിശോധിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു. ആറന്മുള വിമാനത്താവളം പദ്ധതി ഒരിക്കൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപേക്ഷിച്ചത്. അതേ സ്ഥലത്താണ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പാർക്ക് നിർമ്മിക്കാൻ KGS ഗ്രൂപ്പ് പുതിയൊരു കമ്പനിയുടെ പേരിൽ നീക്കം നടത്തുന്നത്. നിലം നികത്തിയുള്ള വ്യവസായം അനുവദിക്കില്ലെന്ന് കൃഷിവകുപ്പ് ശക്തമായി നിലപാടറിയിക്കുമ്പോൾ അത് മറികടന്ന് മുഖ്യമന്ത്രിക്ക് കീഴിലെ IT വകുപ്പ് പദ്ധതിക്ക് പിന്തുണ നൽകുകയാണ്. പദ്ധതിയുമായി സഹകരിക്കാമെന്ന IT വകുപ്പിന് കീഴിലെ KSITIL ബോർഡ് വിലയിരുത്തി. വ്യവസായ വളർച്ചയ്ക്ക് പ്രയോജനകരമാണെന്നും സർക്കാരിൽ നിന്നുള്ള നിക്ഷേപം ആവശ്യമില്ലെന്നുമാണ് ബോർഡിന്റെ കണ്ടെത്തൽ. എന്നാൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും നെൽവയൽ നികത്തുന്നതിനെ എതിർക്കുമെന്നും ആവർത്തിക്കുകയാണ് കൃഷിമന്ത്രി P. പ്രസാദ്. വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമി ആറന്മുളയിലെ വിശാലമായ പാടശേഖരമാണ്. ആ പാടശേഖരങ്ങളും അവിടുത്തെ കുന്നുകളും നമ്മുടെ പരിസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ് എന്നുള്ളത്. അവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇടങ്ങളാണ് എന്നുമുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ ആ സമരരംഗത്തേക്ക് വന്നത്. നെൽവയലും നീർത്തടങ്ങളും ഇല്ലാതാക്കി നടത്തുന്നത് യഥാർത്ഥ വികസനമാണോ എന്ന ചോദ്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുന്നത്. നെൽവയലുകളും നീർത്തടങ്ങളും നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു കമ്പനിയെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ വികസനമാകുമോ എന്ന് ആർക്കും ചോദിക്കാം. ആ ചോദ്യം തള്ളിക്കളയാവുന്ന ചോദ്യമല്ല. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഇല്ലാതായാൽ ഉണ്ടാകാൻ പോകുന്ന ഒറ്റക്കാലത്തെപ്പറ്റി കേരളം പഠിക്കാൻ വേണ്ടുവോളം പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പാഠങ്ങളെ അവഗണിച്ചുകൊണ്ട് പോകാനാകില്ല. അതിനിടെ വിമാനത്താവള ഭൂമിയിൽ ഇലക്ട്രോണിക്സ് പാർക്ക് പദ്ധതി നടത്താൻ അനുവദിക്കില്ലെന്ന് ഭൂവുടമയും വ്യവസായിയുമായ എബ്രഹാം കലമണ്ണിൽ അറിയിച്ചു. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി KGSന് കൊടുത്ത ലാൻഡ് ആറന്മുള വിമാനത്താവളം പദ്ധതി നടക്കാതായതോടുകൂടി അവരുടെ ആ ലാൻഡ് സെയില് ക്യാൻസലായി. അവർക്ക് ഇനി അവിടെ ഭൂമി മറ്റൊരു പ്രോജക്റ്റ് കൊണ്ടുവരുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്ക് 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലുമെന്നാണ് KGS ഗ്രൂപ്പിന്റെ വാഗ്ദാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. 800 കോടി രൂപ മുടക്കി പുനർനിർമ്മാണം പൂർത്തീകരിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ദുരിതത്തിലാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ. വെള്ളപ്പൊക്കം ബാധിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ നിർമ്മിച്ച റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ 5 ഇടത്താണ് വെള്ളം കയറിയത്. പലയിടങ്ങളിലും കച്ചവടക്കാരുൾപ്പെടെയുള്ള ആളുകൾ ദുരിതത്തിലായി. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ AC റോഡ് വെള്ളത്തിനടിയിലാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിച്ച് കുട്ടനാടിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന 24 കിലോമീറ്റർ പാതയാണ് AC റോഡ്. റോഡിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചർച്ചയായിരുന്നു. 2020 ഒക്ടോബറിൽ നിർമ്മാണം തുടങ്ങിയ റോഡിന് 671.66 കോടിയാണ് ആദ്യം ചിലവ് കണക്കാക്കിയത്. ഇപ്പോൾ 800 കോടിയായി നിർമ്മാണ ചിലവ് ഉയർന്നു. 2023 നിർമ്മാണം പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടെങ്കിലും കാലാവധി പലതവണ നീട്ടി. 90% ജോലികളും പൂർത്തിയായ റോഡിൽ വെള്ളപ്പൊക്കം ബാധിക്കില്ലെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ 5 ഇടത്ത് വെള്ളക്കെട്ടായി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് കുട്ടനാട്ടുകാർ ഈ റോഡിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്നാൽ പിന്നീട് ഇതിന്റെ പണികൾ ആരംഭിച്ചപ്പോൾ നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഇത് ആദ്യഘട്ടത്തിൽ മുതൽ വെള്ളം കയറാൻ തുടങ്ങി. ഇപ്പോൾ ഇത്തവണ ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട്, എൻ്റെ മെയ് മാസത്തിൽ സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതല്ല, ഈ മെയ് മാസത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡിൻ്റെ ഏതാണ്ട് 3/4 ഭാഗവും 5 സ്ഥലത്ത്, പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഈ 5 സ്ഥലങ്ങളും നമ്മൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളുമൊക്കെ ആവശ്യപ്പെട്ടാണ് ഇവിടെ ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ, ഈ താഴ്ന്ന പ്രദേശങ്ങളായ ഒന്നാംകര, കിടങ്ങറ, 2ാം പാലത്തിന് താഴെയുള്ള ഭാഗം, മാമ്പഴക്കരി ഭാഗം, അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അത് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ആ റോഡിൽ ആ പ്രധാനപ്പെട്ട ഈ ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണത്തെ ഈ ചെറിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. റോഡിൽ വെള്ളം ഉയർന്നതോടെ ജനജീവിതവും ദുരിതപൂർണ്ണമായി. പലയിടങ്ങളിലും കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറി വ്യാപാരികൾ കച്ചവടം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായി. കച്ചവട സാമഗ്രികൾ നശിച്ചതുമൂലം പലർക്കും നേരിടേണ്ടി വന്നത് വലിയ സാമ്പത്തിക നഷ്ടം. നിലവിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും മഴ കൂടുതൽ ശക്തമാകുന്നത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇനി പൂർത്തിയാകാനുള്ളത് പള്ളാത്തുരുത്തി 2ാം പാലത്തിന്റെ നിർമ്മാണം മാത്രമാണ്. നിലവിലുണ്ടായിരുന്ന വീതി കുറച്ച് പണിയുന്ന ഏക റോഡെന്ന പ്രത്യേകതയും AC റോഡിനുണ്ട്. നടപ്പാത ഉയർത്തിക്കെട്ടിയിരിക്കുന്നതിനാൽ റോഡിന്റെ വീതിയും പാർക്കിംഗ് സൗകര്യവും നഷ്ടപ്പെട്ടു. ഇത് സൃഷ്ടിക്കുന്ന ദുരിതത്തിൽ ജനങ്ങൾ വലയുമ്പോഴാണ് റോഡിൽ വെള്ളം കയറില്ല എന്ന അധികൃതരുടെ പ്രഖ്യാപനവും വെള്ളത്തിനടിയിലാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഞങ്ങളിതുകൊണ്ടാണ് ജീവിക്കുന്നത്. വെള്ളമെന്ന് പറഞ്ഞ ഷട്ടറിൻ്റെ പകുതി, കടയുടെ പകുതി ഭാഗത്ത് വെള്ളം വരുന്നത്. ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പൈസ ഇടുന്ന പാത്രം വരെ എല്ലാം ഒഴുകിപ്പോയി. 10-20-25 ദിവസത്തോളം ഇന്നലെയാണിത് വൃത്തിയാക്കി ഞങ്ങൾ തുറന്നു വന്നത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം ഞങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി സാധനങ്ങൾ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു. കട മുഴുവൻ നശിച്ചു പോയി എന്ന് വേണം പറയാനായിട്ട്. അന്നോട്ട് എല്ലാവരും കാണുന്നുണ്ട്. ഈ വെള്ളത്തിൽ കൂടെ നീന്തി കുറേ എടുത്ത് മേളി വെച്ചു. ബാക്കി മുഴുവനും ഇവിടെ കിടന്ന് പോകുമായിരുന്നു. ഈ സ്കൂൾ തുറക്കുന്ന ടൈമല്ലേ, അപ്പോൾ അതിനുള്ള ബുക്കും എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചാണ്. ഒന്നും നമുക്ക് വിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴും ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല അസുഖങ്ങൾ വരും. അതേപോലെ കെട്ടിക്കിടക്കുക ഈ വെള്ളം. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓടെ ഇതുമെല്ലാം കൂടെ നിർമ്മാണത്തിലാണ് ഇത്രയും പ്രശ്നം വന്നത്. ഞങ്ങൾ 22 വർഷമായി ഇവിടെ കടയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. 2018 വന്ന് രൂക്ഷമായ വെള്ളപ്പൊക്കം വന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ലക്ഷങ്ങളുടെ നഷ്ടം അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത്തവണയാണ് ഇതിനുമാത്രം വെള്ളം ഇങ്ങനെ വന്ന് കയറിയത്. ഈ ഓടയിൽ നിന്നുള്ള വെള്ളവും പിന്നെ ഈ തോട്ടിലേതും തോട്ടപ്പള്ളി തുറക്കാൻ താമസിച്ചതും അതെല്ലാം കൂടെ വന്ന് കെട്ടിടം മുഴുവൻ മുങ്ങി. ഒരുപാട് സാധനങ്ങൾ എടുത്ത് മേളിൽ കയറ്റി. കുറേ സാധനങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയല്ല ഇതിനകത്ത് സംഭവിച്ചു. കുട്ടനാടിനെ കുറിച്ച് വലിയ പ്രതീക്ഷയോടെ നിർമ്മാണം പുരോഗമിക്കുന്ന റോഡാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് തലവേദനയായി മാറിയത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളം കയറാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അജയ് നൽകും. അജയ്, വെള്ളം ഉയരാനുള്ള ഒരു കാരണം അശാസ്ത്രീയ നിർമ്മാണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഒപ്പം ഈ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ? കുട്ടനാട്ടിൽ വെള്ളം ഉയർന്നാലും AC റോഡിൽ വെള്ളം കയറില്ലെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഭീമമായ തുക ഇപ്പോൾ തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനു മുൻപും ഇതിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. നമ്മളത് വാർത്തയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ റോഡിൻ്റെ വീതി, നിലവിലുണ്ടായിരുന്ന വീതി കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ വെള്ളം കയറില്ല എന്നൊരു പ്രതീക്ഷ കൂടി കുട്ടനാട് ജനങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിന്റെ വീതി കുറച്ചത് തന്നെ അതൊരു അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ്. അതിനപ്പുറം കുടിവെള്ളത്തിന് വേണ്ടി ഈ ഫുട്പാത്തിലൂടെ മറ്റൊരു പൈപ്പ് സ്ഥാപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകുന്നില്ല, മറിച്ച് ദോഷം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ മഴ ശക്തമാകുന്ന ഒരു കാലഘട്ടം, ഈ വരുന്ന മാസങ്ങളിൽ കൂടി മഴ കൂടുതൽ ശക്തമാകുന്നതോടുകൂടി ഈ റോഡ് പൂർണ്ണമായും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് കുട്ടനാട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏറെ തലവേദന കൂടിയായിട്ട് മാറുകയാണ് ഇപ്പോൾ AC റോഡിന്റെ ഈ ഒരു നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള അപാകത എന്നുള്ളത്.
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്, 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണ്. ഇത്തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത മൂലം ഇപ്പോൾ നാട്ടുകാർക്കാകെ തന്നെ തലവേദനയായി മാറുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും. അജയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ അന്ത്യശാസനവുമായി ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയാമെന്നും ഇപ്പോൾ വധിക്കുന്നില്ലെന്നും ട്രംപ്. ഖമേനിയെ നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ ഐശ്വര്യ നൽകും. ഐശ്വര്യ, ഈ വാർത്ത തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ട്രംപിന്റെ വാക്കുകൾ. അതായത് ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, സമ്പൂർണ്ണമായി ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത ഒരു പ്രകോപനപരമായ പരാമർശം കൂടി വരുന്നത്. ഒട്ടും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാട് ഇറാനും കൂടി എടുക്കുകയാണ്. കൂടുതൽ യുദ്ധം തന്നെ ഉണ്ടാകാൻ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അഖില സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യ അശാന്തം തന്നെയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇപ്പോൾ പ്രകോപനപരമായ ഒരു പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റ് എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത്. അതായത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാമെന്നും നിരുപാധികം എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നിരുപാധികം കീഴടങ്ങണം എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പോസ്റ്റിലൂടെ പറയുന്നത്. അദ്ദേഹം ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവിടേക്ക് ഇപ്പോഴൊരു ആക്രമണം അഴിച്ചു വിടുന്നില്ല എന്നും അതേസമയം ഈ പരമോന്നത നേതാവ് കീഴടങ്ങണം എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. കൂടാതെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഘർഷം നടക്കുന്ന ഒരു വേളയിൽ തങ്ങളുടെ പൗരന്മാർക്കോ സൈനികർക്കോ യാതൊരുവിധ ഒരു പരിക്കുകളോ ഒന്നും സംഭവിക്കരുത് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇസ്രയേലിന് വേണ്ട എല്ലാ പിന്തുണയുമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ പോർ വിമാനങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു പ്രശ്നം വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഇപ്പോൾ 5ാം നാൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു 5ാം ദിവസവും ഈ ഒരു പ്രശ്നം ലഘൂകരിക്കുന്നതിന് വേണ്ടി നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം വീണ്ടും വഷളാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഇടപെടലും അത്തരത്തിലുള്ളത് തന്നെയാണ്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഏകദേശം തകർന്നു കഴിഞ്ഞിരിക്കുന്നതായും കൂടാതെ ഇസ്രായേൽ വളരെ കരുത്താർജിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പയറ്റുന്നത്. കൂടാതെ അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് വരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ശരി, ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയുടെ കൂടുതൽ കരുത്താർജിക്കുന്നു. ഒപ്പം ഒട്ടും പിന്നോട്ടില്ല എന്ന നിലപാട് ഇറാൻ എടുക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. വലിയ ആശങ്കയോടെ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ നടത്തിയത്. ഇറാന്റെ പുതിയ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അടക്കമില്ലാതാക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉള്ളത്. ഇസ്രായേൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നത്. کردید صدایی که شنیدید فضای غبارآلود استادیوم ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന്റെ തത്സമയ വാർത്താ അവതരണത്തിനിടെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗസയും വെസ്റ്റ് ബാങ്കിലും ലെബനോണിലുമടക്കം ഇറാന്റെ നയതന്ത്രവും നിലപാടുകളും സംപ്രേഷണം ചെയ്യുന്ന മൗത്ത് പീസായി ചാനൽ വർത്തിക്കുന്നുവെന്ന നിലപാടാണ് ഇസ്രയേലിന്. എന്നാൽ ആയുധസമ്പന്ന കേന്ദ്രമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നു. ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 3യിൽ ആക്രമണം നടത്തുമെന്നും എത്രയും വേഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും കാനഡയിലെ G7 വേദിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. പിന്നീട് ടെഹ്റാനിലെ 12 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ടെഹ്റാനിലെ പ്രധാന നിരത്തുകളിലടക്കം വൻ തിരക്കും ഗതാഗത തടസ്സവും നേരിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശം വകവയ്ക്കാതെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.
ഖൊമേനിയെ വധിച്ച് ഭരണമാറ്റം കൊണ്ടുവരുന്നതോടെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നെതന്യാഹു. ഗാസയിലെ ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള തലവന്മാരെയും കൊന്നൊടുക്കി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് ഇത്. ഖൊമേനിയും കുടുംബവും രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറിയെന്നാണ് സൂചന. എന്തായാലും G7 ഉച്ചകോടി പൂർത്തിയാക്കാൻ നിൽക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചത് സാഹചര്യങ്ങളുടെ ഗൗരവം കൂട്ടുന്നു. ഇറാൻ യുദ്ധം ജയിക്കില്ലെന്നും എത്രയും വേഗം കരാറിലേക്കെത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. വെടിനിർത്തലിന് കരട് തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലും അമേരിക്കൻ യുദ്ധക്കപ്പലായ നിമിറ്റ്സ് തെക്കൻ ചൈന കടലിടുക്കിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അമേരിക്കയെ കൂടാതെ തുർക്കിയും റഷ്യയും ഖത്തറും ഒമാനും യൂറോപ്യൻ യൂണിയനും സമാധാന മാധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ മണ്ണ് ഇതുവരെ കാണാത്ത ആക്രമണങ്ങൾക്ക് തയ്യാറാകാനാണ് ഇറാൻ ഏറ്റവും ഒടുവിലായി നൽകുന്ന ഭീഷണി. കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ ഇസ്രയേലിൽ നടത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ ടെലവീവിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശവും അപകട സൈറണും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇറാനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 70 പേരടക്കം 225 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇസ്രയേലിൽ 20 പേർ മരിച്ചുവെന്നും. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യമായി പ്രതികരിച്ച ചൈന. ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയും പരമാധികാരവും ഖനിക്കുന്ന നടപടികൾ ചൈന ശക്തമായി എതിർക്കുന്നുവെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. കടുത്ത ആശങ്ക അറിയിച്ച ചൈന മേഖലയിലെ സ്ഥിതി ഉടൻ ശാന്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തീർക്കാൻ വെടിനിർത്തലല്ല താൻ പരിഹാരമാർഗമായി നിർദ്ദേശിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. 110 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തും. അർമേനിയൻ അതിർത്തി വഴിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുക. 1500ഓളം വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. അതേസമയം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസികളും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളടക്കം കർശനമായി പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് G7 ഉച്ചകോടി. മേഖലയിൽ സ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ G7 രാഷ്ട്രത്തലവന്മാർ ആവശ്യപ്പെട്ടു. അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും ഉച്ചകോടി ഐകകണ്ഠേന വിലയിരുത്തി. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയിരുന്നു.